എനിക്ക് ഏറെ പ്രിയമുള്ളവരെ, വായനാരാമത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. തറവാട്ട് സുഹൃതം എന്ന നോവലേറ്റ് തുടരുന്നു. 3-ാം ഭാഗം. പ്രിയപ്പെട്ട ഇന്ദിരാകൃഷ്ണൻ ചേച്ചിയുടെ നോവലേറ്റ്. ദാസേട്ടൻ എന്ന രാമദാസ് അമ്മായിയുടെ അനിയനായിരുന്നു. അമ്മായിയുടെ അച്ഛൻ മരിച്ചപ്പോൾ 6-7 കൊല്ലം കഴിഞ്ഞപ്പോൾ അമ്മ വേറെ കല്യാണം കഴിച്ചു. ദാസേട്ടനെ പ്രസവിച്ചതോടെ ആ അമ്മ മരിച്ചു. 2 പേരും അനാഥരായി. അവരുടെ അമ്മമ്മയുടെ സംരക്ഷണയിലാണ് പിന്നീട് വളർന്നത്. കുറേ മെമ്പേഴ്സും താവഴികളുമുള്ള തറവാട്. സാമ്പത്തികവും കുറവ്. ദാസേട്ടൻ പറയും, പൊട്ടലും ചീറ്റലും പൊട്ടിത്തെറിക്കലും മാത്രം എല്ലാ സമയവും. ഇവിടെ വന്നപ്പോൾ ഒരാട്ടോ അനക്കോ ഇല്ലാത്ത അവസ്ഥ. ഇവിടുത്തെ ആൾക്കാരുടെ ഒന്നും വായിൽ നാവില്ലെന്ന് വിചാരിച്ചു ഞാൻ. അമ്മായി ദാസേട്ടനെ ഡിഗ്രിക്ക് വിടാതെ TTCക്ക് വിട്ടു. പാസ്സായപ്പോൾ അമ്മായി ലീവ് എടുത്ത് ജോലിയിൽ കയറ്റി. ജോലിയിൽ ഇരുന്നു കൊണ്ടാണ് ദാസേട്ടൻ BAയും MAയും പഠിച്ചത്. B.Ed പാസ്സായി ഹൈസ്കൂളിലായി. പത്തായപ്പുരയിൽ ഏട്ടന്മാരോടൊപ്പം തന്നെ ദാസേട്ടനും കഴിഞ്ഞിരുന്നത്. എല്ലാവർക്കും കൂടി കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കിടക്കാൻ സ്ഥലത്തിൽ നിന്ന് വേണ്ടിയിട്ടാണ് നിൻ്റെ ഈ കുഞ്ഞേച്ചിനെ കെട്ടിയത്, ദാസേട്ടൻ തമാശ പറയും. ഓപ്പോൾ ഈ മരക്കഴുതേൻ്റെ തലയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങോട്ട് ഇല്ലം കടത്തിയത്. ഇല്ലെങ്കിൽ ഞാനിങ്ങനൊരു വാത്യാരാവില്ലായിരുന്നു. കുഞ്ഞേച്ചിയെ ദേഷ്യം പിടിപ്പിക്കാൻ പറയും. കുഞ്ഞേച്ചി നിന്ന് ചിരിക്കുകയുള്ളൂ. കുഞ്ഞേച്ചിക്കറിയാം ദാസേട്ടന് കുഞ്ഞേച്ചിയോടുള്ള ഇഷ്ടം. കുഞ്ഞേച്ചി മോനെ പ്രസവിച്ചപ്പോഴേക്കും അമ്മാവൻ റിട്ടയർ ചെയ്തിരുന്നു. വലിയേട്ടൻ വന്നപ്പോൾ സ്വത്ത് പങ്കുവയ്ക്കുന്നതിനെ പറ്റി സംസാരമായി. ഏട്ടന്മാർക്ക് ആർക്കും ഒന്നും വേണ്ട. അമ്മയുടെയും നന്ദയുടെയും പേരിലിരിക്കട്ടെ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ വന്നു പോവാമല്ലോ എന്ന്. കുഞ്ഞേച്ചിക്ക് വീട് പണിയാൻ സ്ഥലം തിരിച്ചു കൊടുത്തു. വല്യേച്ചിയുടെ ഷെയർ വില കൊടുത്ത അമ്മാവൻ്റെ ഷെയറും ചേർത്ത് കുഞ്ഞേച്ചിക്ക് കൊടുത്തു. അവൾക്ക് ജോലിയില്ലാത്തതല്ലേ. ചെറിയേച്ചിയുടെ സ്ഥലം അമ്മായി റിട്ടയർ ചെയ്ത് പണം കൊണ്ട് വാങ്ങി ദാസേട്ടൻ എഴുതി വെച്ചു. കുഞ്ഞേച്ചിയുടെ സ്ഥലത്ത് ദാസേട്ടൻ ഒരു വീട് വെച്ചു എന്നല്ലാതെ ഒന്നിനും മാറ്റം വന്നില്ല. അമ്മാവൻ്റെ മരണശേഷം വസ്തുക്കളുടെ ഭരണമൊക്കെ ദാസേട്ടൻ്റെ ചുമതലയിലുമായി. അമ്മായിയുടെ അസുഖം അറിയുന്നത് വളരെ വൈകിയായിരുന്നു. സ്തനാർബുദമായിരുന്നു. ഓപ്പറേഷനും കീമോതെറാപ്പിക്കും ഒന്നും അമ്മായി തയ്യാറായില്ല. ഒരു ഫ്രണ്ടിൻ്റെ ഭർത്താവ് ഹോമിയോ ഡോക്ടറുടെ ചികിത്സയിലായിരുന്നു. വലിയ വേദനയും അസ്വസ്ഥതയും സഹിക്കേണ്ടി വന്നില്ല. ഒരു ഭാഗം വലുതായി ചുമന്ന് നീര് വന്ന് പൊട്ടിയാലോ എന്ന ഭയമായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം, അങ്ങനെയൊന്നും ഉണ്ടായില്ല. അവസാനത്തെ സ്റ്റേജായപ്പോൾ അമ്മായി ദാസേട്ടനും കുഞ്ഞേച്ചിയെ നിർബന്ധിച്ച് അവർക്കൊപ്പമാക്കിയിരുന്നു. ചോര ഛർദ്ദിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ആള് പോയി. ബോഡി അടുക്കള തളത്തിൽ കൊണ്ടുവന്ന് കിടത്തി. അവിടെ ഒരു മൂലയിൽ കസേരയിട്ട് ഇരുത്തിയിരുന്ന അമ്മ അയ്യോ എന്ന് 2 കൈയും തലയിൽ വെച്ച് നിലവിളിച്ചു. പിന്നെ ഒന്നും സംഭവിക്കാത്ത പോലെ പഴയ പോലായി. അമ്മ ജീവിതത്തിൽ ശബ്ദിക്കുന്നത് ആദ്യമായി കണ്ടത്. ഒരു ഭാവപ്രകടനവും. അമ്മായി പോയതോടെ അമ്മാവനൊന്നും കൂടി മൗനിയായി. മോനൂട്ടനെ ലാളിക്കൽ പോലും ഇല്ലാതായി. 2 കൊല്ലം കഴിയും മുമ്പ് കാർഡിയാക്ക് അറസ്റ്റ് വന്ന് അങ്ങോരും പോയി. നന്ദ, നീ ഇങ്ങനെ നിർബന്ധം പിടിക്കരുത്, കല്യാണം കഴിക്കണം. അമ്മയുടെ കാലം കഴിഞ്ഞാൽ നിനക്കാരാ? കുഞ്ഞേച്ചിയും ദാസേട്ടനും മാറി മാറി നിർബന്ധിക്കും. എനിക്ക് പറ്റില്ല, എന്നെ നിർബന്ധിക്കരുത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കുഞ്ഞേച്ചിക്ക് വന്ന ആപത്ത്. മോൾക്ക് പനി വന്നപ്പോൾ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയതാ. ഓട്ടോറിക്ഷയിൽ ഒരു ടിപ്പർ വന്നിടിച്ചതാ. മോൾ രക്ഷപ്പെട്ടു. ചേച്ചിയും ഡ്രൈവറും പോയി. ഡെഡ് ബോഡി തറവാട്ടിൽ കൊണ്ടുവെക്കാൻ ദാസേട്ടൻ സമ്മതിച്ചില്ല. ആ അമ്മയുടെ മുന്നിൽ ഇത് കൊണ്ടുവന്ന് കിടത്തണ്ട, ഈ കാഴ്ച കാണണ്ട. അമ്മയോട് ആരും ഒന്നും പറയാറില്ല. ഒന്നും മനസ്സിലാക്കാനും കഴിയുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ അന്ന് രാത്രി കിടക്കുമ്പോൾ കണ്ണുനീര് ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. പലപ്പോഴും കുഞ്ഞേച്ചിയുടെ വീടിൻ്റെ നേർക്ക് നോക്കിയിരിക്കുമ്പോൾ കണ്ണീരൊഴുകും. ഉള്ളിലൊക്കെ അറിയണ്ടാവും, മിണ്ടാൻ പറ്റാണ്ടാ, ജാനകിയമ്മ പറയും. അതിനുശേഷം ജാനകിയമ്മയുടെ ഉശിരും പോയി. അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ കഷ്ടപ്പാടായി. പ്രായവുമായി നല്ലോണം. അമ്മയേക്കാ 2 വയസ്സ് കുറവേ ജാനകിയമ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ. ജാനകിയമ്മയുടെ ഒരു ബന്ധുവായി ലക്ഷ്മിക്കുട്ടി അമ്മയെ വരുത്തിയതും ജാനകിയമ്മ വീട്ടിലേക്ക് പോകാൻ പുറപ്പെട്ടു. ഞങ്ങൾ സമ്മതിച്ചില്ല. ജാനകിയമ്മ അമ്മയുടെ ഒപ്പം ഇരുന്നാൽ മതി. ലക്ഷ്മിക്കുട്ടിയമ്മ വന്ന് 1 മാസം കഴിയും മുമ്പ് ജാനകിയമ്മയുടെ മരണം. ഡെഡ് ബോഡി കൊണ്ടുപോകാൻ ഏടത്തിയുടെ മക്കൾ വന്നു. ജാനകിയമ്മ ഇവിടുത്തെ ആളാ. ഈ ചെതയിൽ കിടക്കട്ടെ, കർമ്മം നിങ്ങൾ ചെയ്തോളൂ. വലിയേട്ടൻ
ശരിക്കും വല്ലാത്തൊരു കർമ്മബന്ധം തന്നെയായിരുന്നു. ജാനകിയമ്മയുടെ മരണം കഴിഞ്ഞ് കിടന്ന അമ്മ പിന്നെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. എല്ലാം കിടന്ന കിടപ്പിലായി. ലച്ചു ചേച്ചി ജാനകിയമ്മയെപ്പോലെ തന്നെ അമ്മയെ നോക്കി. രാത്രി അവർ നിർബന്ധിച്ച് വടക്കേ അകത്തേക്ക് വിടും. ആവശ്യം വന്നാൽ വിളിച്ചോളാം. അമ്മ ഓരോ അപശബ്ദങ്ങളുണ്ടാകും. അറിയാതെ മൂത്രവും മലവും പോവും. മോൾക്ക് സ്കൂളിൽ പോവേണ്ടതല്ലേ, ഞാൻ കിടന്നോളാം ലച്ചു ചേച്ചി. 2 നേരവും കൂടി നോക്കിയില്ല ലച്ചു ചേച്ചി വീണ ഞാൻ 2 നോക്കേണ്ടി വരും. ഏറിയാൽ 1-2 മണിക്കൂർ ഉറങ്ങും. ഈശ്വരാനുഗ്രഹം, ഒരസുഖവും വരാറില്ല. ബോധമില്ലാത്ത അമ്മ കക്കൂസ് കുഴിയിൽ കൊണ്ടിട്ട മകൾ അമ്മയുടെ മലവും മൂത്രവും എടുത്ത് കളയുന്ന വൈരുദ്ധ്യം. ദൈവം ഇടയ്ക്കൊക്കെ ഇങ്ങനെ തമാശക്കാരനാകാറുണ്ട്. 2 വർഷം ആ കിടപ്പ്. എയർബെഡിലാണെങ്കിലും പൊട്ടിപ്പൊളിയാതെ നോക്കാൻ നന്നായി ബുദ്ധിമുട്ടി. യാത്ര പെട്ടെന്നായിരുന്നു. ഉറക്കത്തിൽ പോയി. അമ്മയെ കെട്ടിപ്പിടിച്ചു. ഒന്ന് മയങ്ങിപ്പോയി. ഉണർന്നപ്പോൾ കയ്യിനടിയിലെ ദേഹം ഒരു ഉണ്ണിപ്പിണ്ടി പോലെ. ലച്ചു ചേച്ചി വിളിച്ചുണർത്തി. പോയിന്നാ തോന്നണേ. ദാസേട്ടനെ ഫോൺ വിളിച്ചു. വന്നു. നോക്കി ഉറപ്പിച്ചു. മലർത്തി നേരെ കിടത്താൻ കുറേ കഷ്ടപ്പെട്ടു. വിറങ്ങലിച്ചിരുന്നു. വായ തുറന്നായിരുന്നു. താടിയും തലയും ചേർത്ത് തുണി വെച്ച് കെട്ടി. ഭാഗ്യത്തിന് കണ്ണടച്ചിരുന്നു. മലർത്തി കോട്ടൺ സാരി കൊണ്ട് വട്ടം ചുറ്റി ചേച്ചിയും ദാസേട്ടനും കൂടി എങ്ങനെയോ നിവർത്തി കിടത്തി ഒപ്പിച്ചു. എന്നിട്ടും 2 സൈഡിലും തുണി ചുരുട്ടി വെച്ചാണ് മലർത്തി കിടത്തിയത്. എന്തൊരുറക്കാപ്പം അത്. കൈയിൻ്റെ ഇടയിൽ കിടക്കുന്ന ആള് ലോകം വിട്ടുപോയതും കൂടി അറിയാണ്ട്. ദാസേട്ടൻ സങ്കടം ലഘൂകരിക്കാൻ പറഞ്ഞതാണെങ്കിലും പൊട്ടിക്കരഞ്ഞുപോയി. ദാസേട്ടൻ അടുത്ത് വന്നിരുന്ന് ചേർത്ത് പിടിച്ച് പുറത്ത് തട്ടി. കരയില്ലേ കുട്ടി, ഞാനുള്ളപ്പോൾ കരയില്ലേ. നീ എൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. കണ്ണും മിഴിക്കും മുമ്പേ അമ്മ പോയിതാ. എൻ്റെ ഒരേ ഒരു ഒപ്പമുള്ളതും പോയി. പ്രാണൻ തന്നെയായിരുന്നു. ഭാര്യയും പോയി. ഞാൻ കരയണ കണ്ടുണ്ട്. കരച്ചിലൊന്നിനും പ്രതിവിധിയല്ല. ലച്ചുമ്മ ഇങ്ങോട്ട് പോരൂ, നമുക്ക് തെക്കിനിലിരിക്കാം. എല്ലാവരും എത്താൻ വെളിച്ചാവും. അവർ വന്നല്ലേ നിലത്തിറക്കി കിടത്താൻ പറ്റൂ. ഞാൻ പോയി കുട്ടികളെ ഉണർത്തിക്കൊണ്ടുവരാം. അവരുണരുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ വിഷമിക്കും. ദാസേട്ടൻ പോയി കുട്ടികളെ കൂട്ടി വന്നു. ഒരു ഫ്ലാസ്ക് നിറച്ച് കട്ടൻ കാപ്പിയും കൊണ്ടുവന്നു. കുടിക്ക്. ഗ്ലാസ്സിൽ നിറച്ച് കയ്യിൽ പിടിപ്പിച്ചു. അധികാരത്തോടുള്ള ആജ്ഞ ഇഷ്ടപ്പെട്ടു. ലച്ചു ചേച്ചിയും കാപ്പി കുടിച്ചു. പത്തായപ്പുരയിൽ പോയി എടുത്തു കൊണ്ടുവന്ന മെത്തപ്പായി നിരത്തി. ഇനി എല്ലാവരും കിടന്നോളൂ. ക്ഷീണം തീർക്കാൻ കിടക്കാം എന്നല്ലാതെ ഉറങ്ങാൻ പറ്റില്ല എന്നറിഞ്ഞാലും കിടന്നു. പിന്നത്തെ ദിവസങ്ങളൊക്കെ യാന്ത്രികമായിരുന്നു. പ്രിയമുള്ളവരെ, 3-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. കുറച്ചധികം കഥാപാത്രങ്ങളുണ്ടെങ്കിലും അവരെല്ലാം തന്നെ നമുക്ക് ചുറ്റുമുള്ളവരെ പോലെയല്ലേ.